പല്ലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കാൽക്കുലസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾ 2 നേരം ബ്രഷ് ചെയ്താലും പ്രോപ്പർ ബ്രഷിംഗ് ഇല്ലെങ്കിൽ ഇതേപോലെ കാൽക്കുലസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൺസ് ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡെന്റൽ സ്കെയിലിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഈ കാൽക്കുലസ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നീക്കം ചെയ്യുന്നത്. പല്ലിൻ്റെയും മോണയുടെയും ഇടയിലാണ് ഈ കാൽക്കുലസ് ഫോം ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ആണ്. ഇത് വൺസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രാജ്വലി അവിടെ ഇരുന്ന് വളരും. നമ്മുടെ നോർമൽ ബ്രഷിങ്ങിലൂടെ ഇത് ഇളകി വരുന്നതല്ല. ഇതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മോണ ഇറങ്ങി വരാനും മോണരോഗം തുടങ്ങാനും ഗം ബ്ലീഡിംഗ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പെരിഡോണ്ടൈറ്റിസ് എന്നാണ് പൊതുവെ ഇതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കാൽക്കുലസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആനുവലി വൺസ് എങ്കിലും ഒരു ഡെന്റൽ സ്കെയിലിംഗ് ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും.